KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് പ്രൗഢഗംഭീര തുടക്കം. തമ്പാനൂർ ബസ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ സീറോ ടിക്കറ്റ് നൽകി മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന സർവീസിൽ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരുന്നു. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുക. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതി സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഉദ്ഘാടന സർവീസിൽ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരുന്നു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായാണ് പ്രിയദർശിനി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വരുമാന പരിധിയിലോ സാമൂഹിക പദവിയിലോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് സീറോ ടിക്കറ്റ് കൈപ്പറ്റി യാത്ര ചെയ്യാം. പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതിയോടനുബന്ധിച്ച് KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിക്കും. ബസ്സുകളിലെ പരസ്യങ്ങൾ വർദ്ധിപ്പിക്കുക, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക, ബസ് സ്പോൺസർഷിപ്പ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ്. ഗ്രാമവണ്ടി പദ്ധതി വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. നിലവിലുള്ള 58 സർവീസുകൾ 500 ഉയർത്തും. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണവും പദ്ധതി വിഹിതവും പ്രയോജനപ്പെടുത്തും. ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് വികസന കമ്മിറ്റികളും രൂപീകരിച്ചു. സ്ത്രീകളുടെ സൗജന്യയാത്ര നടപ്പിലാകുന്നതോടെ സ്ത്രീകളായ തൊഴിലാളികളുടെ വരുമാനത്തിൽ 15 മുതൽ 25% വരെ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യ സർവീസിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഗതാഗത മന്ത്രി CP ജോണും മറ്റു മന്ത്രിമാരും UDF പ്രവർത്തകരും പങ്കെടുത്തു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5700 ബസ്സുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മെട്രോ 7 റോയൽ കൊച്ചി. 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.